कौन बनेगा करोड़पति presented by Sudaman. Mutapa. I am Joel. Okay. തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? എടാ എനിക്കറിയാം. ചോദ്യം ചോദിച്ചേ. ഉത്തരമറിയാവുന്നയാൾ ബസർ തൊടയെ ഉപയോഗിക്കേണ്ടതാണ്. തുടക്കടിച്ചിട്ട് ഞാൻ പറയുമ്പോഴും ഉത്തരം പറയാൻ ഞാൻ പറഞ്ഞില്ല, ഡിസ്ക്വാളിഫൈ ആയി പോയി. ഇത് എല്ലാവർക്കും അറിയാൻ ഒരു ചാൻസ് ഉണ്ട്. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി തെങ്ങേറ്റ്. ഇവരുണ്ടല്ലോ ഇംഗ്ലീഷ് ആട്ടോ. വാട്ട് സ്മെൽസ് ലൈക്ക് ബ്ലൂ പെയിന്റ് ബട്ട് ഈസ് റെഡ് ഇൻ കളർ? ബ്ലൂ പെയിന്റ് ബട്ട് ഇറ്റ്സ് റെഡ് ഇൻ കളർ. അതിന് പെയിന്റിന് മണമുണ്ടോ? രണ്ടിനും സെയിം മണമല്ലേ? പെയിന്റ് ഒരു മണമില്ല. വാട്ട് സ്മെൽസ് ലൈക്ക് ബ്ലൂ പെയിന്റ് ബട്ട് റെഡ് ഇൻ കളർ? എടാ സ്ട്രൈറ്റ് ആയിട്ടാ അതെനിക്ക്. ഓവറായിട്ട് കോംപ്ലക്സ് ആയിട്ട് ചിന്തിച്ചാൽ കിട്ടില്ല. അതായത് ബ്ലൂ പെയിന്റിന്റെ മണം പക്ഷെ കളർ റെഡ് ആണ്. ഇംഗ്ലീഷ് ആയിരുന്നു പ്രശ്നക്കാരൻ. അതെ, ഇപ്പൊ നീ മലയാളത്തിലാണ് ബ്ലഡ് ആണോ? എടാ ബ്ലഡിന് പെയിന്റിന്റെ മണമാണോടാ പുല്ലേ? പൂത്തിരിയെ കത്തിക്കൂട്ടോ റമ്മോ? റമ്മിന് പെയിന്റിന്റെ മണോ? പറയണേ ചോദ്യം മനസ്സിലായോ? ഞാനോടല്ലോ നീ ഫോൺ തിരിച്ചപ്പോഴത്തേക്ക് നോക്കാൻ ശ്രമിച്ചു, പക്ഷെ കാഴ്ചയില്ല. കാണത്തില്ല. പെയിന്റിന് മണമുള്ള എന്ത് സാധനമാണോ ചോല? റെഡ് പെയിന്റ്. നീ തുടക്കില്ല. റെഡ് പെയിന്റ്. ശരിയാ, പെയിന്റിനെല്ലാം ഒരേ മണമല്ലേ? റെഡ് കളർ. 1-1. ഒരു പോയിന്റ് കൊടുത്താക്കട്ടെ. നെക്സ്റ്റ്. പൈറേറ്റുകളുള്ള അമ്മാരുടെ മലയാളം എന്നാന്നറിയോ? കൊള്ളക്കാര്. മറ്റേ കടലിൽ കൂടെ. അയ്യോ സോറി, കൊള്ളക്കാര്. അത് ഞാൻ ഒരു സംശയം ചോദിച്ചാടാ. ചുമ്മാ പോയിന്റ് എടുക്കാൻ നോക്കുവാണെ തന്നെ. ഈ പൈറേറ്റ്സില് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരമേത്? നെക്സ്റ്റ്. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം? ഇവൻ എണ്ണി എത്തിയില്ല. അക്ഷരം ഇവൻ എണ്ണുവാണല്ലോ. ഇനി രാജ്യത്തിന് ബേസ് ചെയ്ത ചോദ്യമാണ്. കൺട്രി. ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം? എപ്പോഴും വിശപ്പുള്ള രാജ്യമേത്? അവനായ എനിക്കറിയാം. മരങ്ങൾക്കും ബാങ്കുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്ത്? മരങ്ങൾക്കും ബ്രാഞ്ചസ്. അല്ലേ? നൈസ് ചോദ്യമായിരുന്നു. അത് വളരെ സൂപ്പർ ചോദ്യമായിരുന്നു. ഞാനല്ല തെറ്റില്ല ചോദ്യങ്ങളാണ്.